ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ ശിവന് നേരെയുള്ള സോമശേഖരന്റെ അതിക്രമത്തിന് ഒടുവിൽ ശിവനെ തീർത്തും അവശനായ അവസ്ഥയിൽ വീട്ടിലേക്ക് എത്തിച്ചു കഴിയുമ്പോഴേക്കും ശാലിനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ഉടൻ തന്നെ ശാലിനി ഡോക്ടറെ പറഞ്ഞു വിട്ടാൻ ശിവന്റെ അവസ്ഥ എന്താണെന്ന് ഒന്ന് അന്വേഷിച്ചു. അങ്ങനെ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ചില ടെസ്റ്റുകൾക്കായി പ്രിസ്ക്രിപ്ഷൻ നൽകി അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി കഴിയുമ്പോഴും ശിവൻ ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറാകുന്നില്ല. ദേഹത്തിന് അസ്വസ്ഥത അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോഴും അരികിലുണ്ടായിരുന്ന റാണി ഹോസ്പിറ്റലിൽ പോകാൻ നിർബന്ധിച്ചിട്ട് അതിന് കൂട്ടാക്കാതെ ശിവൻ വീട്ടിൽ തന്നെ കഴിഞ്ഞു. ഇതേ സമയം റാണി വിളിച്ച് വിവരങ്ങൾ അറിഞ്ഞ ചന്ദ്ര ഏട്ടനെ കാണണമെന്നുള്ള തീരുമാനത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചു. അപ്പോഴാണ് മഹേന്ദ്രനും നിർമ്മലയും ചന്ദ്രയുടെ ആ യാത്രയെ തടസ്സപ്പെടുത്തിയത്. ഒടുവിൽ ഏട്ടനെ കുറിച്ച് ഓർത്ത് ആദ്യ പൂണ്ട ചന്ദ്ര വിവരങ്ങളൊക്കെ കമലിനെ വിളിച്ചറിയിച്ചു. ഏട്ടനെ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന ചന്ദ്രയുടെ ആവശ്യം മുഖവിലക്കെടുത്ത് വേഗം തന്നെ കമലൻ ശിവന്റെ വാടക വീട്ടിലേക്ക് എത്തുന്നു. അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച, ശിവൻ കുഴപ്പമൊന്നുമില്ലെങ്കിലും ബെഡ് റെസ്റ്റിൽ തന്നെ ഇരിക്കുന്നത് കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന കമലിനോട് തനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും എല്ലാവരും കൂടി പറഞ്ഞ് തന്നെ ഒരു രോഗിയാക്കണ്ട എന്നും പറഞ്ഞ് കമലിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. ശിവന് സഹായത്തിനായി വന്നു നിന്ന കമലിനെ തനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കമലനെ പറഞ്ഞയച്ച് കഴിയുമ്പോഴേക്കും രാത്രി കുറെ വൈകി കഴിയുന്ന സാഹചര്യത്തിൽ ശിവന് അസ്വസ്ഥതകളേറി വന്നു. ശിവന്റെ ദേഹമാസകലം വല്ലാതെ പനിക്കുകയും വിറയ്ക്കുകയും ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് ശിവന്റെ കൂടെ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ശിവന്റെ അവസ്ഥ എന്താണെന്ന് അറിയാനായി അവിടേക്ക് വന്ന റാണി ശിവൻ വല്ലാതെ പനിച്ചു വിറയ്ക്കുന്ന കാഴ്ച കണ്ട് ആകെ ഭയക്കുന്നു. ഈ സമയം വീട്ടിലേക്ക് തൻ്റെ ആശ്രയത്തിൽ അവിടേക്ക് എത്തിച്ചേർന്ന സുധാകരന്റെ കുടുംബത്തെ ഭദ്രമായി കുടുംബശ്രീയിലാക്കിയതിനു ശേഷം വീട്ടിലേക്ക് തിരികെ എത്തിയതായിരുന്നു ശാലിനി. മടങ്ങിയെത്തി കുടുംബാംഗങ്ങളോടൊപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം കുട്ടികൾക്കൊപ്പം കിടക്കാനായി ഒരുങ്ങിയ ശാലിനിയുടെ ഫോണിലേക്ക് കോള് എത്തിയത്. ശാലിനി കോൾ അറ്റൻഡ് ചെയ്തതും ആകെ ടെൻഷനോടുകൂടി റാണി വിളിച്ചതായിരുന്നു. ശാലിനി ചേച്ചി, ഇവിടെ ശിവേട്ടന് വല്ലാതെ പനി കലശലായെന്നും ശിവയുടെ ഹോസ്പിറ്റലിൽ കൂട്ടാക്കുന്നില്ല എന്നും ഇവിടെ ഇപ്പോൾ ഞാൻ തനിച്ചേ ഉള്ളൂ എന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ആകെ ഭയത്തോടെ റാണി വിവരങ്ങൾ വിളിച്ചറിയിച്ചു. അത് കേട്ടതോടെ ശാലിനി പറഞ്ഞു, എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ എത്താം, എത്രയും വേഗം ശിവനെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ശാലിനി അവിടെ നിന്ന് പുറപ്പെടുന്നു. ശാലിനി അവിടെ നിന്ന് ഇറങ്ങിയ അതേ സാഹചര്യത്തിൽ തന്നെ പ്രകാശിനോട് വിളിച്ച് എത്രയും വേഗം വീട്ടിലേക്ക് എത്താനായിട്ട് പറഞ്ഞിരുന്നു. പ്രകാശൻ മധുരയിൽ നിന്ന് തിരിച്ചു പോന്നു കഴിഞ്ഞുവെന്നും ഇപ്പൊ തന്നെ വീട്ടിലേക്ക് എത്തുമെന്നും പ്രകാശ് മറുപടി നൽകുമ്പോഴാണ് ശാലിനി ശിവന്റെ അവസ്ഥ അറിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നത്. ചന്ദ്രയെ കാണാനായിട്ടാണ് പ്രകാശ് മധുരയിൽ നിന്ന് വരുന്നതെന്നും അതുകൊണ്ട് ചന്ദ്രയോട് എങ്ങനെയെങ്കിലും ശിവന്റെ വാടക വീട്ടിലേക്ക് എത്താനായി പ്രകാശ് ഇതിനിടയിൽ വിളിച്ചറിയിച്ചു. അച്ഛനും അമ്മയും ഉറങ്ങിക്കഴിയുമ്പോൾ താനൊന്ന് ശ്രമിക്കാമെന്നതായിരുന്നു ചന്ദ്ര നൽകിയ മറുപടി. അങ്ങനെ പ്രകാശ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ശാലിനി നേരെ ശിവന്റെ അരികിലേക്ക് എത്തുകയും ചെയ്തു. ശിവന്റെ അടുത്തേക്ക് എത്തിയ ശാലിനി ആകെ തളർന്നു കിടക്കുന്ന ശിവന്റെ അടുത്തേക്ക് ഓടിയെത്തിയതും റാണി വിവരങ്ങളൊക്കെ ശാലിനിയെ അറിയിച്ചു. ശാലിനി ചേച്ചി, ശിവേട്ടൻ്റെ അവസ്ഥ കണ്ട് എനിക്ക് പേടിയാവുന്നു എന്ന് അറിയിച്ചതും ശാലിനി വേഗം അകത്തേക്ക് വന്നതും ശിവനെ പതിയെ വിളിച്ചു നിർത്തി. ചെറിയൊരു ബോധത്തോടെ കണ്ണു തുറന്ന ശിവന് കുടിക്കുവാനായി ചൂടുവെള്ളം വേഗം ശാലിനി കൊടുക്കാൻ ശ്രമിച്ചു. ശിവനത് കുടിക്കുന്നതിനിടയിൽ പെട്ടെന്ന് തളർന്നു വീഴുന്ന ശിവൻ നേരെ ശാലിനിയുടെ മടിയിലേക്ക് തന്നെ ശിവന്റെ തല ചേർത്ത് വെക്കുകയാണ്. ശാലിനി വേഗം ശിവൻ ബോധം കെട്ട് പോയത് കണ്ട് മടിയിൽ കിടത്തി ശാലിനി ശിവനെ തട്ടി വിളിച്ചുണർത്താനായി ശ്രമിച്ചു. അതിനിടയിൽ ശിവൻ അബോധാവസ്ഥയിലായത് കണ്ട് ശിവനെ എത്ര വിളിച്ചിട്ടും ഉണരാത്ത ശിവന്റെ നെഞ്ചിൽ പതിയെ കൈവച്ചപ്പോഴേക്കും ശാലിനിയുടെ കൈകളിലേക്ക് ഒരു സ്പാർക്ക് വന്നു. ശിവൻ ശാലിനിയെ തന്നെ ചിന്തിച്ച് ശാലിനിയെ മാത്രം ആലോചിച്ച് കഴിയുന്ന വിഷ്ണുവിൻ്റെ ആ ഹൃദയം ശിവന്റെ ഉള്ളിലിരുന്ന് അങ്ങനെ മിടിക്കുമ്പോൾ ശാലിനി എന്നുള്ള ആ പേര് മാത്രം മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ ഹൃദയത്തിന് ശാലിനിയുടെ സ്പർശമുണ്ടായപ്പോൾ പെട്ടെന്ന് ശാലിനിക്കും എന്തോ ഒരു സ്പാർക്ക് തന്നിലേക്ക് വന്നതുപോലെ. എന്താണെന്ന് അറിയാതെ ശാലിനി ആകെ ഞെട്ടലോടെ വീണ്ടും ശിവന്റെ ആ നെഞ്ചിലേക്ക് കൈയമർത്തി. അപ്പോഴേക്കും തൻ്റെ വിഷ്ണുവേട്ടൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നതായി ശാലിനിക്ക് തോന്നി. എത്രയും വേഗം ശിവന്റെ ഈ അവസ്ഥയിൽ നിന്ന് ശിവനെ രക്ഷിക്കണമെന്ന് ശാലിനിയോട് ആരോ പറയുന്നത് പോലെ പെട്ടെന്ന് ശാലിനി റാണിയോട് പറഞ്ഞു, നമുക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന്. അപ്പോഴാണ് അവിടേക്ക് പ്രകാശ് വന്നെത്തിയത്. അപ്രതീക്ഷിതമായി അകത്തേക്ക് കയറി വന്ന പ്രകാശിനെ കണ്ട് ശാലിനി പറഞ്ഞു, പ്രകാശ്, നീ എന്തായാലും എത്തിയത് നന്നായി. ഇപ്പോൾ ശിവൻ എന്താ സംഭവിച്ചതെന്ന് നോക്കൂ, ശിവന് വല്ലാത്ത അസ്വസ്ഥത, പനിയും കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. വേഗം തന്നെ പ്രകാശ് വന്ന് പരിശോധിച്ചതും ശിവന്റെ അവസ്ഥ കണ്ട് പ്രകാശ് ആകെ ഞെട്ടി. ഉടനെ ശാലിനിയോട് പ്രകാശ് പറഞ്ഞു, ശാലിനി ചേച്ചി, ഇത് വളരെ സീരിയസ് ആണ്, എത്രയും വേഗം
ഞാൻ പറയുന്ന ഒരു മെഡിസിൻ എത്രയും പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ, അതായത് ഒരു അരമണിക്കൂറിനുള്ളിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തേ പറ്റൂ. ഇല്ല എങ്കിൽ കാര്യം സീരിയസ് ആകും എന്നറിയിച്ചു. അതെന്താ, എന്താ പ്രശ്നം എന്ന് ശാലിനി ചോദിച്ചപ്പോഴേക്കും പ്രകാശ് പറഞ്ഞു, ശാലിനി ചേച്ചി, ഇത് സൈലന്റ് അറ്റാക്ക് ആണ്, എത്രയും പെട്ടെന്ന് മെഡിസിൻ എത്തിക്കണം എന്നറിയിച്ചു. ഈ രാത്രിയിൽ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ റിസ്ക് ആയിരിക്കും എന്ന് പറഞ്ഞതും ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഈ മെഡിസിൻ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമാകുമെന്ന് അറിയിച്ചതോടെ ശാലിനി പറഞ്ഞു, നീ എത്ര രാത്രിയായാലും കുഴപ്പമില്ല, ഇനി മെഡിക്കൽ ഷോപ്പ് തുറപ്പിച്ചിട്ടാണെങ്കിലും ഞാൻ ഇതുമായിട്ട് വരാമെന്ന് പറഞ്ഞ് ആ പ്രിസ്ക്രിപ്ഷനുമായി ശാലിനി വണ്ടിയെടുത്ത് അവിടെ നിന്ന് പുറപ്പെടുന്നു. ഇതിനിടയിൽ വല്ലാത്ത ടെൻഷനിലായി പ്രകാശും റാണിയും. അപ്പോഴേക്കും ചന്ദ്ര പ്രകാശിനെ കാണുവാനായി വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. മഹേന്ദ്രനും നിർമ്മലയും ഉറക്കമായെന്ന് ഉറപ്പുവരുത്തി പതിയെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ചന്ദ്ര പതിയെ എങ്ങനെയെങ്കിലും അവിടേക്ക് എത്തിച്ചേരണമെന്നുള്ള തൻ്റെ ഏട്ടനടുത്തേക്ക് എത്തണമെന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെ വഴിയിലൂടെ നടന്നു വരികയാണ്. ഇതിനിടയിലാണ് ശാലിനി അവിടെ ഹോസ്പിറ്റലിൽ പോകാതെ മെഡിക്കൽ ഷോപ്പിൽ വന്ന് അവിടുന്ന് പ്രകാശ് കുറിച്ച് കൊടുത്തുവിട്ട ആ മെഡിസിൻ വാങ്ങിക്കാനായി ശ്രമിച്ചു. പെട്ടെന്ന് അവിടെ എങ്ങും തന്നെ മെഡിക്കൽ ഷോപ്പുകളൊന്നും തുറന്നിട്ടില്ലാത്തതുകൊണ്ട് കുറച്ചേറെ ദൂരം ശാലിനിക്ക് പിന്നിടേണ്ടി വന്നു. ഒടുവിൽ അങ്ങ് ദൂരെയായി ഒരു മെഡിക്കൽ ഷോപ്പ് അടയ്ക്കാൻ തുടങ്ങുന്ന ആ കാഴ്ച കണ്ട് ശാലിനി വേഗം അവിടേക്ക് ഓടിയെത്തി. ഈ മരുന്ന് കിട്ടുമോ എന്ന് അന്വേഷിച്ചതും വേഗം തന്നെ അയാൾ ആ മരുന്നെടുത്ത് ശാലിനിക്ക് നൽകി. പെട്ടെന്ന് മരുന്നുമായി ശാലിനി വേഗം തന്നെ ശിവന്റെ വാടക വീട്ടിൽ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടു. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്കാണ് അപ്രതീക്ഷിതമായി ചന്ദ്രയെ പിന്തുടർന്ന് കുറെ ചെറുപ്പക്കാർ ചന്ദ്രയുടെ ഇരു കൈകളുമായി കയറി പിടിക്കുകയും അവർ ചന്ദ്രയോട് അപമര്യാദയായി പെരുമാറാനായി ശ്രമിക്കുന്നു. ഭയന്ന് വിറച്ചോടാനുള്ള ശ്രമം, അവരിൽ നിന്ന് കുതിരയോടാനുള്ള ശ്രമം ചന്ദ്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശാലിനി അവിടേക്ക് വന്നെത്തിയത്. ശാലിനി കാർ നിർത്തി പുറത്തേക്ക് ഇറങ്ങിയതും മറ്റൊരു സ്ത്രീയെ കൂടി കണ്ടതിന്റെ സന്തോഷമായിരുന്നു ആ അസാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ചെറുപ്പക്കാർക്ക്. അവർ ശാലിനിയെ കണ്ടതോടെ അടുത്തയാൾ കൂടി എത്തിയോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി അവർ കൈകളിലേക്ക് എത്തി. മര്യാദയ്ക്ക് അവൾ ചന്ദ്രയുടെ കൈവിടുക എന്ന് പറഞ്ഞതും അത് കേൾക്കാൻ കൂട്ടാക്കാതെ അവർ വീണ്ടും ചന്ദ്രയെ ഉപദ്രവിക്കാനായി ശ്രമിച്ചു. ഈ കാഴ്ച കണ്ട ശാലിനി അവരുമായി ഏറ്റുമുട്ടുന്നു. ഒടുവിൽ ചന്ദ്രയെ സുരക്ഷിതയാക്കി കാറിനുള്ളിൽ കയറ്റിയതിനു ശേഷം ശാലിനി അവരുമായി ഏറ്റുമുട്ടി. ഒടുവിൽ അവരെ എല്ലാവരെയും അടിച്ച് നിലത്ത് വീഴ്ത്തി കഴിയുമ്പോൾ അതിശയത്തോടെ ഈ കാഴ്ച കണ്ട് നിൽക്കുകയാണ് ചന്ദ്ര. ഒടുവിൽ ചന്ദ്രയെ അവരിൽ നിന്നെല്ലാം രക്ഷിച്ച് കാറും എടുത്ത് അവരെയെല്ലാം അടിച്ചു വീഴ്ത്തി ശാലിനി മെഡിസിനുമായി വേഗം തന്നെ ശിവന്റെ വാടക വീട്ടിലേക്ക് എത്തുന്നു. അവിടേക്ക് എത്തിയതും ശാലിനി മെഡിസിനുമായി വേഗം അകത്തേക്ക് ഓടി വന്നു. പ്രകാശ് വേഗം ആ മെഡിസിൻ വാങ്ങിച്ച് ശിവനെ ഇഞ്ചെക്ട് ചെയ്യുന്നു. ശിവൻ അപ്പോഴേക്കും അബോധാവസ്ഥയിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നു. ഈ കാഴ്ച കണ്ട് ഓടിയെത്തിയ ചന്ദ്ര ശിവേട്ട എന്ന് വിളിച്ച് അലറി നിലവിളിക്കുമ്പോൾ ചന്ദ്രയെ പ്രകാശ് സമാധാനിപ്പിച്ചു. പേടിക്കാനൊന്നുമില്ല എന്നും ശിവേട്ടന് ആ പോലീസുകാരുടെ മർദ്ദനത്തിൽ നിന്നുണ്ടായ ആ ഒരു ടെൻഷൻ കൊണ്ടുണ്ടായതാണെന്നും ശിവേട്ടന് ഹാർട്ടിന്റെ ഓപ്പറേഷൻ നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിച്ചു. ഇതിനു മുമ്പ് ഹാർട്ടിന് എന്തൊരു ഓപ്പറേഷൻ നടന്നതാണ് എന്നും അതെന്തോ ഓപ്പറേഷൻ ആണെന്ന് തനിക്ക് അറിയില്ല എന്നും പറയുമ്പോൾ എന്തായാലും അതിനെ തുടർന്ന് ഇപ്പോൾ ഉണ്ടായതാണ് ഇങ്ങനൊരു അറ്റാക്ക്. എന്തായാലും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ മറികടക്കാൻ ഈ മെഡിസിൻ കൊണ്ട് സാധിക്കുമെന്നും നാളെ തന്നെ എത്രയും പെട്ടെന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു ചെക്കപ്പ് തന്നെ നടത്തണമെന്നും പ്രകാശ് ചന്ദ്രയോട് പറഞ്ഞു. ഏട്ടനെ എങ്ങനെയും പറഞ്ഞു കൊണ്ടുപോകണമെന്നും അവർ തീരുമാനിച്ചു. ഇപ്പോൾ താൻ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണു വെട്ടിച്ച് അവരറിയാതെയാണ് വീട്ടിൽ നിന്ന് പോന്നിരിക്കുന്നതെന്നുള്ള കാര്യം ചന്ദ്ര പറയുമ്പോൾ ശാലിനി പറഞ്ഞു, എന്തായാലും ഇനി അവിടേക്ക് ചന്ദ്ര തിരിച്ചു പോകുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു. അച്ഛൻ ഇപ്പോഴും പ്രകാശിനെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നും മാത്രമല്ല മറ്റൊരു വിവാഹത്തിനായി തന്നെ അച്ഛൻ പ്രേരിപ്പിക്കുകയാണ് എന്നും ചന്ദ്ര ടെൻഷനോടെ പ്രകാശിനെയും ശാലിനിയെയും വിവരം അറിയിക്കുന്നു. എല്ലാം കേട്ടതോടെ ശാലിനി പറഞ്ഞു, നിങ്ങൾ തമ്മിലുള്ള വിവാഹം ഇപ്പോൾ ലീഗലി രജിസ്റ്റേർഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ തമ്മിൽ വേർപിരിക്കാനും നിയമപരമായി ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഇനി മഹേന്ദ്രൻ അങ്ങനെ ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ മഹേന്ദ്രനെതിരെ ആക്ഷൻ എടുക്കാനും നമ്മൾ നിയമത്തിന് സാധിക്കുമെന്നും ശാലിനി ഓർമ്മിപ്പിച്ചു. നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വസ്ഥമായി ജീവിക്കുന്നതിന് വേണ്ട ചുറ്റുപാടുകൾ ഇനിയെങ്കിലും പ്രകാശിന് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ മധുരയിൽ താൻ അതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടാണ് വന്നിരിക്കുന്നതെന്നും മധുരയിലെ ഒരു വീട് റെന്റിന് എടുത്തിട്ടുണ്ടെന്നും എത്രയും വേഗം അങ്ങോട്ട് ചന്ദ്രയും കൂടി പോകാനായിട്ടാണ് താൻ ഈ വന്നതും ഈ വരവിന്റെ ഉദ്ദേശവും അതാണെന്ന് ചന്ദ്രയോടും ശാലിനിയോടുമായി പ്രകാശ് അറിയിച്ചു. ഏട്ടൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ താൻ എങ്ങനെയാണ് ഏട്ടനെ ഉപേക്ഷിച്ച് വരികയെന്ന് ചന്ദ്ര ആശങ്കയോടെ ചോദിക്കുമ്പോൾ തൽക്കാലം ശിവന്റെ ഇപ്പോഴത്തെ ഹെൽത്ത് ഇഷ്യൂ ഒന്നും പ്രശ്നമാക്കേണ്ടതില്ല എന്നും ശിവൻ ബെറ്റർ ആയിക്കൊള്ളുന്നും ശിവൻ രോഗാവസ്ഥയെ പൂർണ്ണമായും കീഴ്പ്പെടുത്തി തിരികെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്നും ശാലിനി ചന്ദ്രയെ സമാധാനിപ്പിക്കുന്നു. ഇത് കേട്ടുനിന്ന പ്രകാശും അതേപോലെ തന്നെ ചന്ദ്രയ്ക്ക് ധൈര്യം പകർന്നു. ഒടുവിൽ അവരെ ഇരുവരെയും യാത്ര അയക്കാൻ ശാലിനി തയ്യാറായി. പ്രകാശിന്റെ കൂടെ ചന്ദ്രയെ സുരക്ഷിതയായി മധുരയിലേക്ക് പറഞ്ഞുവിടുന്നു. പിന്നീട് ശാലിനി ശിവന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ശാലിനി
ശിവനെ പരിചരിക്കാൻ അവിടെ ആരുമില്ലാത്തതുകൊണ്ട് തൽക്കാലം ശിവനെ താൻ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്നും ഇവിടെ മറ്റാരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ശിവൻ വീട്ടിൽ തന്നെ താമസിക്കട്ടെ, അതാണ് നല്ലതെന്നും ശാലിനി തീരുമാനിച്ചു. അങ്ങനെ സത്യാമ്മയെ വിളിച്ച് ശാലിനി വിവരങ്ങളൊക്കെ സംസാരിക്കുന്നു. ഒടുവിൽ ശിവനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ രാഘവൻ നായർ ആവശ്യപ്പെട്ടതിന് പ്രകാരം ശാലിനി ശിവനുമായി നേരെ സത്യാമ്മയുടെ വീട്ടിലേക്ക് എത്തുന്നു.